ഈ വീഡിയോ എന്ന് ശരിക്കും പഴയ ഒരു കോൺവെർസേഷൻ്റെ കണ്ടിന്യൂഷനാണ്. സമുദ്രനായിട്ട് ഒരു ദിവസം സംസാരിച്ച വഴിക്ക് സംഭവം ഹീ തോട്ട് ഐ എം എൻ ഇൻട്രസ്റ്റിംഗ് ആയി. അതുകൊണ്ട് കുറച്ചൊരു കോൺവെർസേഷൻ ലൈഫിലുണ്ടായ കുറച്ച് എക്സ്പീരിയൻസസ് ഒന്ന് ഷെയർ ചെയ്യാമെന്നുള്ള ഐഡിയയിലാണ് വന്നിരിക്കുന്നത്. പറയുകയാണെങ്കിൽ സമുദ്രനൊരു ഒരു തെറ്റിദ്ധാരണയുണ്ടായി, ഞാനൊരു സയൻസ് സ്കൂളിലാണ് പഠിച്ചതെന്നുള്ള. ഹൗ യു ഗോട്ട് ഇറ്റ് ഐ ഡോണ്ട് നോ. ഞാൻ പറഞ്ഞുതരാത്ത മിസ്റ്റേക്ക് ആയിരിക്കും, എൻ്റെ കമ്മ്യൂണിക്കേഷൻ ഡിഫിക്കൽട്ടി ആയിരുന്നായിരിക്കും. ബട്ട് ഐ വാസ് ബോൺ ഇൻ കുവൈറ്റ്. എൻ്റെ ഫാദർ ഒരു മെയിൽ നഴ്സ് ആയിരുന്നു. കുവൈറ്റിൽ അഹമ്മദി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഇറ്റ്സ് എ സ്മോൾ ടൗൺ, ഒരു കമ്പനി ടൗൺ ആണ്. കുവൈറ്റ് ഓയിൽ കമ്പനി എന്ന് പറഞ്ഞാൽ KOC, ആ കമ്പനിയിലായിരുന്നു എൻ്റെ ഫാദർ വർക്ക് ചെയ്തത്. ജനിച്ചത് കുവൈറ്റിൽ, വളർന്നത് അവിടെ. ഭാഷകൾ അറിയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളം കേട്ടാൽ മനസ്സിലാവുമെന്നല്ലാണ്ട് സംസാരിക്കാൻ പോലും അറിയത്തില്ലായിരുന്നു. അതായത് എൻ്റെ പേരൻസ് മലയാളത്തിൽ സംസാരിക്കുമ്പോൾ ഞാൻ തിരിച്ച് ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന ഒരു ബ്രോയിലർ കോഴിയായിട്ട് വളർന്ന ആളാണ്. ഏതോ ഒരു അവധിക്ക് എൻ്റെ മദ്രാസിലെ ഒരു പേരപ്പനുണ്ട്. അവിടെ വന്നപ്പം പുള്ളിയുടെ അളിയൻ ഒരു പബ്ലിക് സ്കൂളിൻ്റെ ചാപ്ലിനായിരുന്നു. അദ്ദേഹം എന്നെ പരിചയപ്പെട്ടപ്പം പുള്ളിക്ക് ഒരു ഇൻട്രസ്റ്റ് തോന്നി, പയ്യൻ മിടുക്കനാണെന്നുള്ളൊരു പുള്ളിക്ക് തെറ്റിദ്ധാരണ ഉണ്ടായതായിരിക്കും. whatever. അപ്പൻ്റെ അടുക്ക പറഞ്ഞിട്ട് മോൺഫോർട്ട് ബോയ്സ് ഹൈസ്കൂൾ ഇയർക്കാട് അഡ്മിഷൻ മേടിക്കണമെന്നുള്ളൊരു ഐഡിയ പറഞ്ഞു. എൻ്റെ അപ്പൻ അതിന് വളരെ ഹാപ്പി, കാരണം പിള്ളേരുടെ പഠിത്തം നന്നായി പോകണമെന്നുള്ളായിരുന്നു. ഈ സ്കൂൾ നല്ല സ്കൂളാണ്, കേട്ടിട്ടുമുണ്ട്. സോ അങ്ങനെ 3ാം ക്ലാസ്സിൽ മോൺഫോർട്ട് ബോയ്സ് ഹൈസ്കൂളിൽ പോയി ചേരുകയാണ്. സത്യം പറഞ്ഞാൽ എന്നെ അവിടെ കൊണ്ടുപോയി ചേർക്കുന്ന എൻ്റെ അമ്മ ആണ് എന്നെ കൊണ്ടുപോയി വിടുന്നത്. ഒരു കംപ്ലീറ്റ് ലോസ് പോലെയായിരുന്നു. ഫസ്റ്റ് സെക്കൻഡ് വെൻ മൈ മദർ ലെഫ്റ്റ് മീ അലോൺ ഡേ. എന്നെ ഇട്ടിട്ട് പോകുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. കാര്യം കരയാനൊക്കെ തോന്നിയെന്ന് പറഞ്ഞാലും എങ്ങനെയോ കരയാതെ, ആമ്പിളാണെങ്കിൽ കരയാൻ പാടില്ലല്ലോ. സോ കരയാതൊക്കെ പിടിച്ചു തന്നു. പിന്നെ കൊച്ചു വൈനാണല്ലോ, പെട്ടെന്ന് തന്നെ നമ്മളുടെ അന്നത്തെ സിറ്റുവേഷൻസായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ടു പോയി. പുതിയ ഫ്രണ്ട്സ് ഉണ്ടായി, പുതിയ ഗെയിംസ്, ക്രിക്കറ്റ്, ഹോക്കി, ഫുട്ബോൾ, ഇതൊക്കെ കമ്പൽസറി ആയിട്ട് ഞാൻ കൊണ്ടുവരുന്നതാണ്. പിന്നെ ടേബിൾ ടെന്നീസ്, ഷട്ടിൽ. ടെന്നീസൊന്നും കളിക്കാൻ അറിയത്തില്ല, ബാസ്കറ്റ്ബോൾ കളിക്കുമായിരുന്നു, പക്ഷേ ഐ എം നോട്ട് പ്രൊഫഷൻ്റ് അത്. പിന്നെ സ്വിമ്മിംഗ് പൂളുണ്ടായിരുന്നു. അങ്ങനെ ഫുൾ ലൈഫായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. രാവിലെ 5:45 എഴുന്നേക്കും, രാത്രി കിടക്കുന്ന 9-9:30 ആകുമ്പോഴാണ് കിടക്കുന്നത്. പിന്നെ ഹയർ സ്കൂളിലായപ്പോഴത്തേക്കും 10 മണി 11 മണി വരെയും പോകും. എല്ലാ തരം സ്പോർട്സും അവിടെ അവൈലബിൾ ആയിരുന്നു മോൺഫോർട്ടിൽ. അന്നത്തേക്കും രാവിലെ 5:45 എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ കിടന്നുറങ്ങുന്ന 9-9:30. സീനിയർ സ്കൂളിലേക്ക് ആകുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റഡി ടൈമുണ്ട്. ആ സ്റ്റഡി ടൈമിൽ നമുക്ക് വേണമെങ്കിൽ പഠിക്കാം. അത് 10, 11 മണി, 12 മണി, അത് ഇത്രേ ഉള്ളൂ. ഇലക്ട്രിക് ലൈറ്റ് ഉണ്ടായില്ല, നമ്മൾ മെഴുകുതിരി കത്തിച്ച് വേണം. മെഴുകുതിരി വട്ടത്തിലാണ് പഠിക്കാൻ പറ്റുക. ലൈഫ് ഫുള്ളായിരുന്നു. രാവിലെ എഴുന്നേൽക്കുന്ന പോലെ കിടന്നുറങ്ങുന്ന വരെ ഒരു സെക്കൻഡ് പോലും നമുക്ക് ഫ്രീ ഇല്ല. പിന്നെ അവിടുത്തെ ഒരു ഹൈലൈറ്റ് ഉണ്ടായിരുന്നത് എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ വെൻസ്ഡേയും സാറ്റർഡേയും ഹാഫ് ഡേയ്സാണ്. ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റഡി ടൈമുണ്ട്. പിന്നെ സ്പോർട്സിന് ഇഷ്ടംപോലെ സമയമാണ്. ഒരു 4 o'clock to 6 o'clock, 2.5 hours ഓൾമോസ്റ്റ് നമുക്ക് കംപ്ലീറ്റ് ഗെയിംസിനും സ്പോർട്സിനും ഒക്കെ ആയിട്ട് നമുക്ക് സമയം കിട്ടുമായിരുന്നു. പഠിത്തം അവിടെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്ന് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, പക്ഷേ ദാറ്റ് വാസ് ദ മെയിൻ ഡ്രൈവ്. അവിടെ ഡ്രൈവ് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ നമ്മൾ അത്ലറ്റിക് ആകുക, പിന്നെ ഒരുമാതിരി വെൽത്തി പിള്ളേരാണ് അവിടെ വരുന്നത്. സോ ഒരു കരിയർ ഓറിയൻറ്റഡ് എഡ്യൂക്കേഷൻ എന്നുള്ളതിനേക്കാളും ബിസിനസ്സുകാർ പിള്ളേർ, അവർ ഫ്യൂച്ചർ ഉണ്ടാകുക. പിന്നെ ഒരു അപ്പർ ക്ലാസ് ബ്രിങ്ങിങ് അപ്പ് ആയിരുന്നു. വെൽ റൗണ്ടഡ് എഡ്യൂക്കേഷൻ ആവുന്നത് വെൽ റൗണ്ടഡ് ആയിരുന്നു. ആൻഡ് ഐ ഹാഡ് എ ലോട്ട് ഓഫ് ഫൺ. പിന്നെ ഉണ്ടായിരുന്നു കുറേ നെഗറ്റീവ്സും അവിടെ ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് ഈ ക്യാപിറ്റൽ പണിഷ്മെൻറ്റിൻ്റെ കാലമാണ്. നല്ല അടി മേടിക്കുമായിരുന്നു. കൈക്കെട്ടും കിട്ടും, കുണ്ടിക്കെട്ടും കിട്ടും. വയലൻ്റ് ആയിട്ട് ടീച്ചേഴ്സ് ആയിരുന്നു. പക്ഷേ ദോസ് ഡേയ്സ് വി ഡിഡ്ന്റ് നോ എനിത്തിങ് ബെറ്റർ. സോ ഇറ്റ് വാസ് ആക്സെപ്റ്റഡ്. എന്നിട്ട് നമുക്കതൊരു വലിയ കുഴപ്പമായിട്ട് തോന്നിയിട്ടുമില്ല. പിന്നെ നമ്മുടെ കയ്യിലിട്ട് വെച്ചിട്ട് ഇത് കിട്ടിയാൽ പോരെ കേട്ടോ, അതിനൊക്കെ നല്ല അടി മേടിക്കേണ്ടതായിരുന്നു. പിന്നെ ഉണ്ടായിരുന്ന ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ വെൻസ്ഡേയ്സും വൈകുന്നേരം സിനിമയാണ്. സോ ഇന്നത്തെ കാലത്ത് ഈ വിഷ്വൽ മീഡിയ ഭയങ്കര പോപ്പുലറാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ കാലത്ത് വിഷ്വൽ മീഡിയ വാസ് നോട്ട് സോ പോപ്പുലർ. നമുക്ക് അവിടെ വലിയ സിനിമയുണ്ട്, TV എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. കുവൈറ്റിലുണ്ടായിരുന്നു. അവധിക്കുമ്പോൾ കുവൈറ്റിൽ കാർട്ടൂൺസ് ഒക്കെ കാണുന്നുണ്ട്, പക്ഷേ സ്കൂളിൽ ഇന്ത്യയിൽ അങ്ങനത്തെ TV എന്ന പരിപാടിയൊന്നും ആയിട്ടില്ല. സോ അന്ന് ഞങ്ങളൊരു ഹൈലൈറ്റ് എവറി വെൻസ്ഡേ സിനിമ കാണാം. ചില ദിവസങ്ങളിൽ അഡൽട്സിൻ്റെ സിനിമ വരും. അഡൽട്സിൻ്റെ സിനിമ വരുമ്പോഴത്തേക്കും തലേ ദിവസം ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു ഷോ ഉണ്ട്. അതായത് ട്യൂസ്ഡേസ് ഈവനിങ് ടീച്ചേഴ്സിന് ഷോ ആണ്. സോ ഞങ്ങളിൽ കുറച്ച് പേര് ഈ ഇതിന് സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്റ്റേജിന് മുന്നേസ്റ്റ് തൂക്കിയിട്ടിരിക്കുന്ന സ്ക്രീൻ, ഇതിന് പുറകിൽ സ്റ്റേജിന് ബാക്ക് സൈഡിൽ ഒരു ചെറിയ ഡോറുണ്ട്. ആ ഡോറ് തല്ലി തുറന്നിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് കയറി ഇതിൻ്റെ റിവേഴ്സ് നമുക്ക് സ്ക്രീനിൽ പുറകിൽ കാണാം. ചില ഭയങ്കരന്മാർ തലേദിവസം വന്ന് ഈ അഡൽട്സിൻ്റെ ഭാഗം കാണും.
പിറ്റേ ദിവസം ആകുമ്പോൾ അത് മറിച്ചും കളയും. സോ നമുക്കത് ബാക്കിയൊക്കെ ഇമാജിനേഷൻ്റെ പോകുന്നത്. സോ അങ്ങനത്തെ ചില ഫൺ. പിന്നെ ബേസിക്കലി ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടുവന്ന ഭക്ഷണം നല്ല ഭക്ഷണമാണ്. ഇൻഫാക്ട് ആ കാര്യത്തിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഭയങ്കര ബ്ലെസ്സിങ് ഉണ്ടായിട്ടില്ല. മൈ മദർ വാസ് എ എക്സെപ്ഷണൽ കുക്ക്. മൈ മദർ ഇൻ ലോ വാസ് എൻ എക്സെപ്ഷണൽ കുക്ക്. വാസ് മൈ വൈഫ് ഇസ് എൻ എക്സെപ്ഷണൽ കുക്ക്. ഞാൻ പഠിച്ചതൊക്കെ ഏർക്കാട് പഠിച്ചു, പിന്നെ നറുവേനസി പഠിച്ചു, REC പഠിച്ചു, കാലിക്കറ്റ് NIT ഇപ്പോഴത്തെ NIT. ഇവിടെയൊക്കെ എനിക്ക് നല്ല ഭക്ഷണമാണ് കിട്ടിയിരുന്നത്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഐ ഹവ് ഓൾറെഡി ഉണ്ടാക്കി. മോൺഫോർട്ടിലും സമയം നല്ല ഭക്ഷണമായിരുന്നു കിട്ടിയിരുന്നത്. പിന്നെ സ്കൂളിനെ കുറിച്ച് ഓർക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിനകത്തെ ഏറ്റവും ഹോണ്ടിങ് ഒരു മെമ്മറി, ഇച്ചിരി വിഷമിപ്പിക്കുന്ന മെമ്മറിയാണ്, പക്ഷേ ഒത്തിരി ഹോപ്പ് ഉണ്ടാകുന്നൊരു മെമ്മറിയാണ്. 10th സ്റ്റാൻഡേർഡ് ഞാൻ 10th സ്റ്റാൻഡേർഡിലേക്ക് ആയപ്പോഴത്തേക്കും ഹയർ സെക്കൻഡറി വന്നു. 11th and 12th വരുന്നു. എൻ്റെ ബാച്ചായിരുന്നു ഏർക്കാട്ടിലെ സെക്കൻഡ് ബാച്ചാണ്. സോ ഫസ്റ്റ് ബാച്ച് 11th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ് ഉണ്ട്. ഞാൻ 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞിട്ട് മോൺഫോർട്ട് പഠിക്കുന്നില്ല എന്നുള്ള തീരുമാനമായിരുന്നു. കാരണം മൈ ഫാദർ കുഡ് അഫോർഡ്. പുള്ളി ഞാൻ 7th സ്റ്റാൻഡേർഡ് ആയിരുന്നു, പുള്ളി റിട്ടയർ ചെയ്ത് തിരിച്ചു വന്നു. പിന്നെ പുള്ളിയുടെ സേവിങ്സിലും പുള്ളിയുടെ ഇൻകം വെച്ച് ജീവിക്കാനായിട്ട്. സോ മോൺഫോർട്ട് വാസ് ടു എക്സ്പെൻസീവ്. സ്കൂളിലാകുമ്പോൾ തന്നെ പുള്ളി എന്നെ പാലാ സെൻറ്റ് തോമസിലേക്ക് മാറ്റാൻ ശ്രമിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, കംപ്ലീറ്റ് ബ്രോയിലർ കോഴിയായിപ്പോയി. സോ നാട്ടിൽ വന്നിട്ട് മലയാളം അറിയാൻ മേല, ഇവിടുത്തെ കാലാവസ്ഥ എടുക്കത്തില്ല, മൊത്തത്തിൽ ഒരു ബ്ലാക്ക് ഷീപ്പ് ആകാൻ സാധ്യതയുള്ളവരുണ്ട്. ഈ ടോളറേറ്റഡ് ടിൽ ദ 10th സ്റ്റാൻഡേർഡ്. 11th 12th ഞങ്ങളുടെ നാട്ടിലെവിടെയെങ്കിലും പഠിക്കാമെന്നുള്ള തീരുമാനം തോന്നുന്നു. സോ 10th സ്റ്റാൻഡേർഡ് എക്സാംസ് വരിക. സോ ഞാൻ വലിയ ഭക്തനാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വിശ്വാസങ്ങളുണ്ട്, പക്ഷേ വലിയ ഭക്തനല്ല. സോ ഞങ്ങളുടെ എക്സാംസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈസ്റ്റർ ഓൺ സൺഡേ. ഈസ്റ്റർ കഴിഞ്ഞിട്ട് ട്യൂസ്ഡേ ആണ് ഞങ്ങളുടെ ഫൈനൽ എക്സാംസ് സ്റ്റാർട്ട് ചെയ്തത്, 10th സ്റ്റാൻഡേർഡ് എക്സാംസ്. സോ ആ കാലത്ത് ഈ പരീക്ഷയുടെ ആ സമയത്ത് ഞങ്ങൾ മാത്രമേ സ്കൂളിലുള്ളൂ. അതായത് 10th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ് മാത്രമേ ഉള്ളൂ. മേ ബി വി വർ ഓൺ 40 of us. ഈ 40 പേരും കൂടെ ആ കംപ്ലീറ്റ് ക്യാമ്പസ്, വലിയ ക്യാമ്പസാണ്, കംപ്ലീറ്റ് ഞങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ പോയിരുന്ന് എവിടെ വേണമെങ്കിൽ ഇരുന്ന് പഠിക്കാം, എത്ര നേരം വേണമെങ്കിൽ ഇരുന്ന് പഠിക്കാം. നോ കൺട്രോൾസ് അറ്റ് ഓൾ. മെസ്സിൽ വന്നിട്ടുണ്ട് റിഫെക്ടറി ഞങ്ങൾ പറയുന്നത്. മെസ്സ് എന്നുള്ള പിന്നീട് കിട്ടിയ വാക്ക് റിഫെക്ടറി ഞങ്ങൾ പറയുന്നത്. റിഫെക്ടറിയിൽ ഏത് സമയത്ത് എന്നാലും നല്ല ഭക്ഷണമുണ്ട്. സോ കുശാൽ ലൈഫാണ്. പഠിക്കുക, പരീക്ഷ എഴുതാത്തുള്ളതിനപ്പുറത്തോട്ട് വേറെ യാതൊരു ചിന്തകളുമില്ല. സോ നല്ല തീറ്റയും കുറച്ച് പഴുത്തുമായിട്ട് നടക്കുന്നൊരു കാലം. സോ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഗുഡ് ഫ്രൈഡേ വന്നു. ഗുഡ് ഫ്രൈഡേ ശരിക്കും ക്രിസ്ത്യാനിയെ സംബന്ധിച്ചോളം ദാറ്റ് ഇസ് എ ഡേ ഓഫ് മോർണിംഗ് വെൻ ജീസസ് ഡൈഡ് ഫോർ യുവർ സിൻസ്. സോ ആ ദിവസം പൊതുവെ കാത്തലിക്സ് ലെൻറ്റ്, അതായത് ആബ്സ്റ്റിനൻസ്, അതിനെ പറയുന്നത് നമ്മൾ നോയമ്പ് നോക്കുന്ന ഒരു സമയമാണ്. സോ നമ്മൾ വെജിറ്റേറിയൻ ഭക്ഷണമേ കഴിക്കുള്ളൂ. നമ്മൾ ഇച്ചിരി മൗനവ്രതമൊക്കെ എടുത്ത് ഒരു യേശുക്രിസ്തു മരിച്ച ഒരു ദിവസമാണ്. അതിൻ്റെ ആ ഹോളിനെസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ വളരെ പയസായിട്ട് ജീവിക്കേണ്ട ഒരു ദിവസമാണ്. എന്ത് പറ്റിയത് എനിക്കറിയത്തില്ല. അന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ സ്കൂളിലുണ്ടായിരുന്ന 10th സ്റ്റാൻഡേർഡ് പിള്ളേർക്കെല്ലാം നീന്താൻ പോകണമെന്നൊരു തീരുമാനമായി. ഞങ്ങൾ പ്രിൻസിപ്പൾ പറ്റുന്നിടത്തോളം ഞങ്ങളോട് പറഞ്ഞു. അന്ന് ഏറ്റവും കൂടുതൽ ബഹളം ഉണ്ടാക്കുന്ന ആൾ ഞാനാണ്. അത് പറ്റുന്നിടത്ത് ഞങ്ങളോട് പറഞ്ഞു, വേണ്ട, ഗുഡ് ഫ്രൈഡേ ആണ്, ഇത് ശരിയായ ദിവസമല്ല, ഡോണ്ട് ഗോ ഫോർ ദിസ്. സമ്മതിക്കത്തില്ല, ഞങ്ങൾക്കത് പോയേ പറ്റും. അന്നേരത്തെ കൊണ്ട് സ്ലാസഞ്ചറിൻ്റെ എൻ്റെ ഓർമ്മ ഒരു ബ്രദർ ഉണ്ടായിരുന്നു. ഹി വാസ് ദ ലൈഫ് ഗാർഡ്. സ്വിമ്മിംഗ് പൂളിൽ ഞങ്ങൾ വെള്ളത്തിലിറങ്ങണമെന്നുള്ള ലൈഫ് ഗാർഡ് വേണം നിർബന്ധമാണ്. സോ ലൈഫ് ഗാർഡായിട്ട് പുള്ളി ആ സമയത്ത് അവിടെ ഉണ്ട്. പിന്നെ ഞങ്ങൾ പുള്ളി ബ്രദർ ഉണ്ടല്ലോ, സിൽവസ്റ്റർ ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അന്ന് പുള്ളിക്ക് തിരിച്ച് സേലം പോകണം, ഏർക്കാടിന് സേലം പോകണം. പുള്ളി 5 മണിക്കാണ് പോകുന്നത്. ഞങ്ങൾ പുള്ളിയെ പറഞ്ഞ് പിടിപ്പിച്ച് 6 മണിക്ക് പോയാൽ മതി എന്നൊക്കെ ആക്കിയിട്ട് അവസാനം പൂളിൽ ഇറങ്ങാമെന്നുള്ള തീരുമാനത്തോടെ. സോ മോൺഫോർട്ട് പൂളിൽ ഇറങ്ങുന്നതിന് 3 റൂൾസ് ഉണ്ട്. ഒന്ന്, ഭക്ഷണം കഴിക്കരുത്, ജമ്പ് ഇൻ ഓൺ എൻ എംപ്റ്റി സ്റ്റമക്ക്. രണ്ടാമത്തെ, വാർമിംഗ് അപ്പ് നടത്തണം. ബിഫോർ യു ജമ്പ് ഇൻ ടു ദ വാട്ടർ യു മസ്റ്റ് വാം അപ്പ് പ്രോപ്പർലി. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്വിമ്മിംഗ് പൂളിൻ്റെ അതേ ടെമ്പറേച്ചറിലുള്ള അതേ വെള്ളത്തിനകത്ത് നമ്മൾ കുളിച്ച് നമ്മുടെ ദേഹം അക്ലൈമറ്റൈസ് ചെയ്തിട്ട് വേണം വെള്ളത്തിലോട്ട് ഇറങ്ങാനായിട്ട്. ഇത് ചെയ്യുന്നൊരു കാര്യം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസിൽ പുള്ളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ 3 റൂൾസ് ഞങ്ങൾ ഫ്ലൗട്ട് ചെയ്തെന്ന് പറയാം. വൈകുന്നേരം നല്ല വിസ്താരമായിട്ട് കഴിച്ചു, വയറ് മറച്ച് കഴിച്ചു, കുളിച്ചു എക്സസൈസും ചെയ്തിട്ട് നേരെ വെള്ളത്തിൽ ചാടി. എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലർക്കും അറിയാൻ മേലാത്തൊരു കാര്യമാണ്, ഞാൻ മൈനൽ എപ്പിലെപ്റ്റിക്കാണ്. എപ്പിലെപ്സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഷിവർ ചെയ്ത് വായിക്കൂടെ ഫോം വരുന്ന അതൊന്നുമല്ല. എനിക്കൊരു അറ്റാക്ക് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ സൈഡിലിരിക്കുന്ന ആൾ പോലും അറിയില്ല. ഒരു സെക്കൻഡ് നേരത്തേക്ക് ഒരു അറ്റാക്കേ ഉള്ളൂ. നോബഡി നോട്ടീസ് ഇറ്റ്. ഐ നോട്ടീസ്, ഓൺലി ഐ നോ ദറ്റ് ഐ ഹാഡ് ദിസ് അറ്റാക്ക്. സോ എപ്പിലെപ്റ്റിക്കിൻ്റെ ഒരു പ്രശ്നം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈനർ ആണെന്ന് പറഞ്ഞാലും ദർ ഇസ് ഓൾവേസ് എ ചാൻസ് ഫോർ എ മേജർ അറ്റാക്ക്. ഈ ദിവസം ഞങ്ങൾ കളിക്കും, വെള്ളത്തിൽ ചാടി കളിക്കാൻ പന്തെടുത്ത് അങ്ങോട്ടേക്ക് എറിയുക. സോ
സോ മിക്കവാറും ഒക്കെ എല്ലാവരും എനിക്കിട്ടെറിയും. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് ബ്രെത്ത് ഹോൾഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ട്. സോ ഞാൻ ഒരിടത്ത് മുങ്ങിയിട്ടുണ്ട്, കുറേ ദൂരെ പോകത്തുള്ളൂ. സോ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരുത്തിനടുത്ത് ഒരു ഏറെറിഞ്ഞ് ഞാൻ മുങ്ങി. പിന്നെ ഞാൻ പൊങ്ങിയില്ല. കുറച്ച് നേരം പിള്ളേരൊക്കെ നോക്കി നിന്ന് എന്ത് പറ്റിയെന്ന് അറിയുന്നില്ല. കളി നടക്കാനുണ്ടോ, പെട്ടെന്ന് നിർത്തി വേസ് ജെയിംസ് എന്നാണ് ഒഫീഷ്യൽ എൻ്റെ പേര്. സ്കൂളിലെ ജെയിംസ് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്, നാട്ടിൽ ജെയ്സ് എന്നാണ് വിളിക്കുക. വേസ് ജെയിംസും ചോദിച്ചു. പിന്നെ ഐ മസ്റ്റ് ഗോൺ ഡൗൺ. ഞങ്ങൾ ചേഞ്ചിങ് റൂം സ്വിമ്മിംഗ് പൂളിൻ്റെ താഴെ. സോ ഒരാൾ ഓടിച്ചെന്ന് അവിടെ ചെന്ന് നോക്കുന്നു, എന്നെ കാണുന്നില്ല. മുകളിൽ കയറി വരുന്നു. അതിന് ഒരാൾ ഹൈ ഡൈവിംഗ് ബോർഡുണ്ട്, അതേ കയറി നോക്കുമ്പോൾ ഞാൻ വെള്ളത്തിനിടയിൽ ഇങ്ങനെ ഉരുളുക. ഷാലോ നിന്ന് ഡീപ്പ് എൻഡിലോട്ട് ഇങ്ങനെ ഉരുണ്ട് പോവുക. പെട്ടെന്ന് ചാടി എന്നെ പൊക്കിയെടുത്തു. എത്ര നേരം വെള്ളത്തിനടി കിടന്നെന്ന് എനിക്കറിയത്തില്ല. 4 മിനിറ്റ് മുകളിലായിരുന്നു എന്നാണ് ചില എസ്റ്റിമേറ്റ്സ്. ഇത് 45 വർഷം മുമ്പ് നടന്ന കാര്യമാണ്. അതുകൊണ്ട് എക്സാക്ട് സാധനം എനിക്കും അറിയത്തില്ല, എനിക്ക് ബോധമില്ല ഇത് നടക്കുന്നു. ഏതായാലും എന്നെ പുറത്തോട്ട് എടുക്കുന്നു. ബ്രീതിങ് ഇല്ല, യാതൊന്നുമില്ല, ശവം. പിള്ളേരെല്ലാം വലിയ ബഹളം, കരച്ചിൽ. സിൽവസ്റ്റർ ആണെങ്കിൽ പറയുന്ന എൻ്റെ നെഞ്ചത്ത് കയറി ചാടിയെന്നാണ് പറയുന്നത്. ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻ. പക്ഷേ സഡൻലി ഐ സ്റ്റാർട്ട് വോമിറ്റിംഗ് വാട്ടർ. അതായത് ജീവൻ വന്നു, പക്ഷെ ബോധം അന്നേരം ഇല്ല. എന്നെ എങ്ങനെ കൊണ്ടുപോയത്, ഞങ്ങൾക്ക് അവിടെ ഒരു ഇൻഫർമറി ഉണ്ട്, മിനിച്ച ഹോസ്പിറ്റൽ. ദാറ്റ് ഇസ് ഓൾമോസ്റ്റ് 1/2 കിലോമീറ്റർ ഫ്രം ദ പൂൾ. ആൻഡ് ഇറ്റ്സ് നല്ല സ്റ്റീപ്പ് കയറ്റുവാണ്. അന്ന് ഇപ്പോഴത്തെ പോലെ വണ്ടികൾ ഇഷ്ടംപോലെയല്ല. സ്കൂളിൽ അപ്പോൾ ഒരു കാറുണ്ട്. ആ കാറിലാണ് കൊണ്ടുപോയത്. എങ്ങനെ കൊണ്ടുപോയെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നു പിള്ളേർ ചുവന്നായിരിക്കും. ഏതായാലും എന്നെ കൊണ്ട് ഇൻഫർമറിയിലാക്കി. എനിക്ക് ബോധം വരുന്നതെന്ന് വെച്ചാൽ രാത്രി 12 മണിയാകുമ്പോഴാണ് ഞാൻ എഴുന്നേൽക്കുമ്പോഴത്തേക്കും ഞാൻ എഴുന്നേറ്റു. വയറ്റിൽ നിന്ന് പോകണം, ബാത്റൂമിൽ പോകുന്നു. അങ്ങനെ അവിടെ ഒരു നേഴ്സല്ല, ദേഴ്സ് നേഴ്സ് ദേ, ബട്ട് ദേഴ്സ് ഓൾസോ ഹെൽപ്പർ, കമ്പൗണ്ട് എന്ന് പറഞ്ഞു പോസ്റ്റിലുള്ള ഒരു ലോറൻസ് എന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹം ഞാൻ അനങ്ങുന്ന കേട്ടു വന്നു. എനിക്കൊരു 30 ml ബ്രാൻഡി, ആദ്യമായിട്ട് മദ്യപിക്കുന്ന കേട്ടോ, നല്ല തുറക്കുമായിരുന്നു. 30 ml ബ്രാൻഡി എടുത്തിട്ട് എനിക്ക് തന്നു. ഞാനത് കുടിച്ചു, ഒറ്റ ഉറക്കും. പിന്നെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് കുറേ ടീച്ചേഴ്സ് ചുറ്റും നിൽക്കുക. ഐ ഹാഡ് a forebringer of what will happen when I die. എനിക്കുമ്പോൾ എല്ലാവരും വന്നിങ്ങനെ സങ്കടത്തോടെ നിൽക്കുന്നു. എന്തുകൊണ്ട് ഈ ടീച്ചേഴ്സ് വന്നിട്ട് സങ്കടത്തോടെ വന്ന് നോക്കി നിൽക്കുക. ജീവനുണ്ടല്ലോ, ഈസ് ലക്കി ടു ബി അലൈവ് എന്നൊക്കെ പറഞ്ഞുള്ള സംസാരങ്ങൾ ഞാൻ കേൾക്കുന്നത് എൻ്റെ ബോധം തിരിച്ചു വരുമ്പോൾ. ഐ സ്റ്റിൽ നോട്ട് നോ വാട്ട് ഹാപ്പൻ. വൈ ആം ഐ ഹിയർ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കാണ് പതുക്കെ, അന്നേരം കാണാൻ എനിക്ക് കിട്ടുന്നില്ല. ഉച്ചയായപ്പോഴത്തേക്ക് എന്നെ ഡിസ്ചാർജ് ചെയ്തു. പിന്നെ തിരിച്ച് ഐ വെൻറ്റ് ബാക്ക് ടു മൈ ലൈഫ്. ഫ്രൈഡേ നടന്നു, സാറ്റർഡേ മോർണിംഗ് ഐ വെൻറ്റ് ബാക്ക് ടു മൈ ലൈഫ്. സൺഡേ മൺഡേ ട്യൂസ്ഡേ പരീക്ഷ എഴുതി. ഐ ഗോട്ട് വെരി ഗുഡ് മാർക്സ് ഓൾസോ. 3 ദിവസം പഠിച്ചില്ലെന്ന് പറഞ്ഞാൽ ഐ ഗോട്ട് വെരി ഗുഡ് മാർക്സ്. ഇത് കഴിഞ്ഞിട്ട് അന്നേരം ഞങ്ങൾ പരീക്ഷ തീരുന്ന സമയത്ത് ആ സ്കൂളൊന്ന് റീഓപ്പൺ ചെയ്യുന്നു. അത് ഞങ്ങൾ ജൂനിയേഴ്സ് ചില പിള്ളേർ വന്നിട്ട് എൻ്റെ അടുക്കും യു ആർ അലൈവ്, ഹൗ ഡിഡ് വാട്ട് ഹാപ്പൻ എന്നങ്ങ് ചോദിക്കുമ്പോഴാണ് ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് സംതിങ് ബാഡ് ഹാപ്പൻ ടു മീ. അതെന്താണെന്നുള്ളത് എനിക്കറിയത്തില്ല. എനിക്ക് ഈ പറഞ്ഞ പോലെ ഈ അന്തികൂദാശം എന്ന് പറയുന്ന കാത്തലിക്സിൻ്റെ ഇടയ്ക്ക് ഈ എക്സ്ട്രീം അങ്ഷൻ, ഡൈയിങ്, നമുക്ക് മരിക്കുന്നതിന് മുമ്പ് ഒരു ബ്ലെസ്സിങ് തരുന്നതാണ്. അതെനിക്ക് തന്നു. എൻ്റെ പേരിൽ കുർബാന ചൊല്ലി. ഇതൊക്കെ നടത്തുന്നതാണ് പിന്നീട് അറിയുന്നത്. ഇതൊക്കെ സംഭവിച്ചു. എനിക്ക് ഏതാണ്ട് ഒരു പിക്ചർ കിട്ടി. ഇങ്ങനെ വെള്ളത്തിൽ പോയി എനിക്ക് ഈ ഫിറ്റ്സ് ഒന്ന് വന്നതാണ്. ആദ്യമായിട്ടുണ്ടായ ഒരു അറ്റാക്ക് വെള്ളത്തിനടിയിലായി പോയി. ഐ ഓൾമോസ്റ്റ് ഡൈഡ്. ഐ കെയിം ബാക്ക് ലൈഫ് എന്നൊക്കെ ഉള്ള സാധനമുണ്ട്. എന്നിട്ട് ഡോക്ടേഴ്സ് സപ്പോസ് ടു സെഡ് ഹീസ് ഇൻ എ കോമ. ഐ വാസ് സപ്പോസ് ടു ഹാവ് ബീൻ ഇൻ എ കോമ ഫ്രം 4 till 12 at night. ഈ സമയത്ത് when I come back, I'll have my senses back എന്നുള്ള ഒന്നും അറിയാൻ മേലാത്തൊരു ഒബ്സർവേഷനിലായിരുന്നു എന്നെ ഇട്ടിരുന്നത്. ഏതായാലും ഒന്നും സംഭവിച്ചില്ല കേട്ടോ, വേറെ യാതൊരു ഇഫക്റ്റും ഉണ്ടായില്ല. ഐ കെയിം ബാക്ക് ലൈഫ്, നോ പ്രോബ്ലംസ്. ഞാൻ വീട്ടിൽ വന്നിട്ട് എൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു, പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. പിന്നെ മൈ അമ്മ ഹാസ് എ ലോട്ട് ഓഫ് റെസ്പെക്ട് ഫോർ മൈ എക്സ്ട്രാ ഇമാജിനേഷൻ. എൻ്റെ അപ്പനെ വിളിച്ച് ചോദിച്ചാൽ കേട്ടോ ഇവൻ നുണ പറയുന്നത്, എന്തൊരു കഥയാണ്, ഇത്രയൊക്കെ ഇമാജിനേഷൻ എനിക്ക് കൊണ്ടുവന്നപ്പോൾ എന്നെ കളിയാക്കി. അന്ന് പോസ്റ്റിൽ ഒരു ലെറ്റർ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയ തിക്ക് കവറാണ്. ആ കവർ തുറന്നുമ്പോഴത്തേക്കും എൻ്റെ അങ്കിൾ, മദ്രാസിലെ എൻ്റെ അങ്കിൾ, അതായത് എൻ്റെ ലോക്കൽ ഗാർഡിനെ ഇദ്ദേഹം എഴുതിയിരിക്കുക. വെച്ചാൽ അച്ഛൻ, അതായത് പുള്ളിയുടെ അളിയനാണല്ലോ എനിക്ക് അഡ്മിഷൻ അവിടെ മേടിച്ചിട്ടുണ്ട്. അവിടുത്തെ സ്കൂളിലെ ചാപ്ലിനായിരുന്നു. അളിയൻ ഇങ്ങനെ ഒരു കത്ത് എഴുതി. അത് നിന്നെ അറിയിക്കണമെന്നോ പറഞ്ഞേക്കുന്നത്, പക്ഷേ എങ്ങനെ അറിയിക്കണമെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് പുള്ളി എഴുതി കത്ത് ഞാൻ അതേപടി വെച്ചിരിക്കുകയാണ്. ആ കത്ത് ഈ കത്ത് തുറന്ന് എടുക്കുമ്പോഴത്തേക്കുണ്ട് എൻ്റെ അങ്കിള് വളരെ സങ്കടത്തോടെ, ബിക്കോസ് ഹീ ഈസ് റെസ്പോൺസിബിൾ ഫോർ മൈ ലൈഫ് ഇൻ സ്കൂൾ.
ഇങ്ങനൊരു സംഭവം ഉണ്ടായി, അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, ഒരു ഭയങ്കര ട്രോമ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ ഒരു കത്താണ്. ഇത് വായിക്കുകയും മദർ ഭയങ്കര അപ്സെറ്റായി. ഇതെന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കാമെന്നൊക്കെ പറഞ്ഞ് മൈ ഫാദർ സ്കൂൾ ഉണ്ടായെന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ, ജീവനോട് കിട്ടിയിട്ടുണ്ടല്ലോ, അതിനകത്ത് കൂടുതൽ വിഷമിക്കണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരത്തേക്കാണ് അവർക്ക് വേറൊരു സംഭവം, ഐ ഡോണ്ട് നോ ദീസ് കണക്റ്റഡ് നോട്ട്, പക്ഷേ ചില പ്രീമോണിഷൻസ് എന്ന് പറയാം, നമുക്ക് ചില സംതിങ്സ് ഹാപ്പൻ ഫോർ സർട്ടൻ റീസൺ എന്ന് വേണമെങ്കിൽ പറയാം. അതിനുമ്പോൾ തന്നെ ഒരു ഡോക്ടർ കപ്പിൾ, ഹസ്ബൻഡ് വൈഫ്, രണ്ടുപേരും മെഡിക്കൽ കോളേജ് ഡോക്ടേഴ്സായിരുന്നു, പഠിക്കുന്ന സ്റ്റുഡൻസ് ആയിട്ട് സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ്. ദ മദർ ഇസ് ഫ്രം ഭരണങ്ങരം, ഫാദർ ഇസ് ഫ്രം അതിരമ്പുഴ. അങ്ങനെയാണ് അതിന് ഞങ്ങളുമായിട്ടൊരു ചെറിയൊരു ഫ്രണ്ട്ഷിപ്പ് എൻ്റെ ഫാദർ മദറുമായിട്ട്. ഇവർ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഇവർ സ്നേഹിച്ച് കെട്ടിയെന്ന് പറഞ്ഞാലും ഈ പെൺകുട്ടിയുടെ വീട്ടിൽ ഒത്തിരി പൈസ ഒന്നുമില്ല. സോ നമുക്കറിയാം ഡോക്ടേഴ്സ് വലിയ സ്ത്രീധനമൊക്കെ കിട്ടുന്ന കാര്യമാണ്, അതൊന്നും കിട്ടിയല്ലോ എന്നും പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ടിഫ് ആ വീട്ടിലുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഡോക്ടർ, പുള്ളിക്കൊരു ബുള്ളറ്റ് ഉണ്ട്, പുള്ളി PG പഠിക്കുന്നത് തിരുവനന്തപുരത്താണ്. സോ ഇവിടുന്ന് ബുള്ളറ്റും എടുത്തുകൊണ്ടാണ് ട്രിവാൻഡ്രത്ത് പോയി പഠിത്തമെല്ലാം കഴിഞ്ഞ് തിരിച്ചല്ല ശനിയാഴ്ച തിരിച്ചു വരുന്നത്, ബുള്ളറ്റല്ലേ വരുന്നത്. സോ എൻ്റെ ഫാദർ എപ്പോഴും പറയടാ, നീന്തിരി ഇത്രയും ഡിസ്റ്റൻസ് ബുള്ളറ്റ് പോകുന്നത്. പക്ഷേ ഹി ലവ്ഡ് അത്. ബുള്ളറ്റ് ഉള്ളവർക്ക് അറിയത്തില്ല അതിൻ്റെ ദിവസവും, എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് ഐ നോ ഹൗ നൈസ് ഇറ്റ് ഇസ്. സോ ഇവർ ഈ ക്വാറൽസിന് വീട്ടിൽ ഇച്ചിരി പ്രശ്നങ്ങളുള്ളായിരുന്നു തന്നെ ഈ കപ്പിൾ എപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ വരും. എന്നുവെച്ചാൽ ഇവിടെ ഇച്ചിരി സമാധാനമുണ്ട്, സ്നേഹം കിട്ടും, ഒരു ആക്സെപ്റ്റൻസ് കൂടുതലുണ്ട്. മറ്റേ എൻ്റെ അമ്മ വീട് പൂഞ്ഞാറാണ്. സോ ആ കിഴക്കത്തിയുടെ രണ്ട് കിഴക്കത്തിമാരുടെ തമ്മിലുള്ളൊരു അടുപ്പവും ഇതിനകത്തുണ്ട്. ഉടവ ഏതോ ഒരു ദിവസം ഇവർക്കൊരു കുട്ടിയുണ്ടായി. ആ കുട്ടിയെ ഭരണങ്ങാനത്ത് നിന്ന് ഒരു ബ്രദർ വന്നിട്ട് കൊച്ചിനെ എടുത്തുകൊണ്ട് പോയി. വീട്ടുകാർ അറിഞ്ഞില്ല. സോ ഈ കൊച്ചിനെ കാണുന്നില്ല എന്ന് പറഞ്ഞ ഉടനെ തിരക്കി പോകുന്നു. ഡോക്ടർ ഭരണങ്ങാനത്ത് പോയിട്ട് കൊച്ചവിടെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പുള്ളിയും പുള്ളിയുടെ ഫ്രണ്ടും കൂടെയാണ് ബൈക്ക് ഓടിച്ച് തിരിച്ച് വന്ന് ഭരണങ്ങാനം മെരീരി ആശുപത്രിയുടെ അവിടെ നല്ലൊരു വളവുണ്ട്. പണ്ട് കാലത്ത് നല്ല ഷാർപ്പ് ടേൺ, ഇപ്പം ബൈപ്പാസൊക്കെ വന്നപ്പോൾ അത്രയും ടേണിങ് ഇല്ല. പക്ഷെ നല്ല ഷാർപ്പ് ടേൺ. അവിടെ ഒരു ജീപ്പ് പോയിട്ട് കൂട്ടിയിടിച്ച് ഈ ബൈക്കിൽ നിന്ന് ഡോക്ടറിനൊന്നും പറ്റിയില്ല. കുറേ ഇരുന്ന ആളിന് ഒത്തിരി മുറിവൊക്കെ സംഭവിച്ചു. നേരെ അടുത്ത വണ്ടിയിൽ കയറ്റി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. ഡോക്ടർ അവിടുത്തെ പഴയ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് എല്ലാ ട്രീറ്റ്മെൻറ്റും കിട്ടി. ഇയാളെ ട്രീറ്റ് ചെയ്യുന്നതിനിടയ്ക്ക് ഈ ഡോക്ടർ കൊളാപ്സസ് ആൻഡ് ഡൈസ്. പുള്ളിക്ക് ഇൻറ്റേർണൽ ഇഞ്ചറീസ് ഉണ്ടായത് അറിഞ്ഞില്ല. സോ ഈ മരിച്ച വാർത്ത ഞങ്ങൾ വീട്ടിലറിയുന്ന 3:30 നേരെ എൻ്റെ അപ്പനും അമ്മയും വിഷമാർ നേരെ ആ വീട്ടിൽ ചെല്ല. ദിസ് ലേഡി ഈസ് അലോൺ. വീട്ടിൽ ഒത്തിരി പ്രഷേഴ്സൊക്കെ ഉള്ളൊരു കണ്ടീഷനാണ്. സോ മൈ ഫാദർ ആൻഡ് മദർ വെൻ they were there from 4 o'clock in the evening till 12 o'clock. I was in the pool at 4 o'clock. I got my conscience back at 12 o'clock. 12 മണിയായപ്പോഴത്തേക്ക് എൻ്റെ അപ്പനും അമ്മയും പുള്ളിക്കാരെ സമാധാനിപ്പിച്ചിട്ട് വീട്ടിലേക്ക് വരുന്നത്. മൈ മദർ വാസ് ക്രൈങ് her eyes out. അന്ന് നമ്മുടെ മകൻ ഇവിടെ കിടന്ന് ജീവൻ നല്ല പോരാട്ടം, ഞാൻ അറിഞ്ഞിട്ടില്ല പോരാട്ടം, ഡോക്ടേഴ്സ് പറഞ്ഞിട്ട് അറിയുന്നത്. അങ്ങനെ ഒരു പോരാട്ടം നടത്തുമ്പോൾ ഇവിടെ എൻ്റെ പേരൻസ് ഇവരെ സമാധാനിപ്പിക്കുന്ന ഒരു ഇൻസിഡൻറ്റ്. ഹൗ ദാറ്റ് ഇസ് കണക്റ്റഡ് ഐ ഡു നോട്ട് നോ. ഇഫ് ദർ ഇസ് എ കണക്ഷൻ അറ്റ് ഓൾ ഐ സ്റ്റിൽ ഡു നോട്ട് നോ. നമ്മുടെ ജന്മൻ പോലും ഒരു ഭയങ്കര ലോട്ടറി ടിക്കറ്റ് പോലെയാണ്. അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ സ്കൂൾ ലൈഫിലുണ്ടായ ഏറ്റവും വലിയ എൻ്റെ ഒരു ഓർമ്മയാണ് ഈ ഒരു ആക്സിഡൻറ്റ്. ഓർമ്മയെന്ന് വെച്ചിട്ട് ഓർമ്മയല്ല, ഒരു സംഭവം ഉണ്ടായതാണ്. വാട്ട് ഹാപ്പൻഡ് ഇസ്, ദിസ് ഇസ് വാട്ട് ഐ റിമെമ്പർ. ദിസ് വാസ് ഇൻ 79 എന്ന് പറയുമ്പോൾ ഇപ്പോൾ 21 + 25, 46 years ago. There might be a lot of things which are not the same. I don't remember exactly what happened. ഞാൻ പറഞ്ഞത് എനിക്ക് ബോധമില്ലാത്ത ഒരു സമയമായിരുന്നു. Whatever, it is something that I always imagine ആണ്, something I always cherish എന്നും വേണമെങ്കിൽ പറയാം. അത് പറയുമ്പോഴത്തേക്ക് ഒരു ശകല ഇൻകൺവീനിയൻസ് ഉണ്ട്. How can you cherish something you do not know? But God gave me back my life എന്ന് വിശ്വസിക്കുന്ന ഒരു സിറ്റുവേഷനായിരുന്നു. Why he gave me that, I don't know. What have I achieved with that, I still don't know. I'm still searching. That's about what I want to say. Thank you.